ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ 2 റെസിപ്പീസുകളും കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എല്ലാവരോടും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, കുക്കിംഗ് ആണോ അല്ലെങ്കിൽ കുക്കിംഗ് വിത്ത് വ്ളോഗാണോ ഏതാണെന്ന് വേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ കുക്കിംഗ് വിത്ത് വ്ളോഗാണ് കണ്ടത്. പിന്നെ കുക്കിംഗ് ഇല്ല എന്നല്ല, കുറച്ച് ആൾക്കാർ കുക്കിംഗ് മതി, പിന്നെ കുറേ ആൾക്കാർ കുക്കിംഗ് വിത്ത് വ്ളോഗാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 80% കുക്കിംഗ് വിത്ത് വ്ളോഗാണ് കണ്ടത്, പിന്നെ ഒരു 20% കുക്കിംഗ് ആണ് കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും വ്ളോഗ് ഇടാം, പിന്നെ 2 ദിവസം വെറും കുക്കിംഗ് മാത്രം ഇടാമെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പിന്നെ താല്പര്യം അതൊന്ന് എന്നോട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൈയിൻ്റെ ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. കൈൻ്റെത് ഒരുവിധം മാറിയിട്ടെല്ലാം ഉണ്ട്. ഇപ്പം അത്യാവശ്യം ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ച നെയ്പ്പത്തിലും പിന്നെ മട്ടൻ വെച്ചിട്ട് മട്ടൻ സുക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മട്ടൻ ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കനും പിന്നെ ബീഫ് വെച്ചിട്ടും ഉണ്ടാക്കുക, നല്ല രസമാണ്. ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കിന്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മട്ടനാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, ഒരു 2 ടീസ്പൂണോളം മതി, അതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഓയിലാണെങ്കിൽ ഓയിൽ, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏതിലാണോ കുക്ക് ചെയ്യുന്നത് അത് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇറച്ചി കിടന്ന് പോകുമ്പോഴത്തേക്ക് ഞാൻ നെയ്പ്പത്തിൻ്റെ അരി അരച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉച്ചക്ക് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ, ഈ അരി പുതിർത്തുന്നത്. അപ്പോൾ 1.5 കപ്പ് അരി നല്ല ചൂടുവെള്ളത്തിൽ ഞാൻ നെയ്പ്പത്തിന് വേണ്ടിയിട്ട് പുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാൻ ഈ അരി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരി ചുവന്ന മട്ട റൈസൊന്നല്ല ഞാനിപ്പോൾ ഇതിൽ എടുത്തത്, ഒന്നിക്ക് വെള്ളക്കുറുവ അല്ലെങ്കിൽ പൊന്നിയരി എങ്ങാനോ എടുക്കാം. എന്നിട്ട് ഞാൻ ഈ അരിയിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കേണ്ടത് 2 ഗ്രാമ്പു 2 ഏലക്കായ. പിന്നെ ഏലക്കായൻ്റെയും ഗ്രാമ്പൂൻ്റെയും ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണ്, അതായത് ചെറിയ ടീസ്പൂണാണ്, പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണും കുറച്ചും ഞാൻ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, നല്ല തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. നെയ്പ്പത്തിന് അങ്ങനെയായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ നല്ല തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരച്ച് വെച്ച അരിയിലേക്ക് നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ഒറോട്ടിക്കലെടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. പിന്നെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ എല്ലാം പൊടി എടുത്തിട്ട് കുഴച്ചെടുക്കാൻ നോക്കാറിയാം, എന്നാലും പിന്നെ നമ്മൾ നെയ്പ്പത്തിൽ അത്ര ശരിയാവില്ല. ഒറോട്ടിൻ്റെ പൊടി തന്നെ എടുത്തിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് അരിയുടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കിയതിന് ശേഷം ഇത് ചുട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് മസാല വറുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1.5 ടീസ്പൂണ് പെരുംജീരകം, പിന്നെ 2 ടേബിൾ സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 4 ഗ്രാമ്പു 4 ഏലക്കായ, പിന്നെ ചെറിയ കഷ്ണം പട്ട, പിന്നെ വേണ്ടത് 4 ചുവന്ന മുളക്, വറ്റൽമുളക്, അതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം.
ഞാനിപ്പോൾ 1 കിലോ മട്ടൻ്റെ കണക്കിലാണ് ഈ ഒരു മസാല എടുത്തത്. നിങ്ങൾ 1/2 കിലോ മട്ടനെ വെക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ പകുതി മസാല എടുക്കാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മട്ടനിട വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വറുത്ത് വെച്ച മസാല ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് ആ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 വലിയ ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാൻ ശേഷം നീളത്തിൽ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചായക്ക് വെള്ളം വെച്ചിനു. അപ്പോൾ ഇത് നമ്മുടെ മോളാന്നിരുന്ന് ചായ ഉണ്ടാക്കുന്നത്. പിന്നെ അപ്പോൾ അധികം ഓൾ തന്നെയാണ് കേട്ടോ വൈകുന്നേരം ചായ ഉണ്ടാക്കൽ. ആ ഡ്യൂട്ടി ഞാൻ ഓക്ക് ഇടയ്ക്ക് വിട്ടു കൊടുക്കലാണ്. അപ്പോൾ ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, പച്ചമുളക് മുറിച്ചിട്ടിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തതാണ്. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മട്ടൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മട്ടൻ വേവിച്ചേരം കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിന് കേട്ടോ. കുറച്ച് വെള്ളം ഉണ്ടായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിനു. അപ്പോൾ അത് ഞാൻ ഇതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം, മട്ടൻ വേവിച്ച വെള്ളം. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടി. ഈ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ തീയിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ മസാല പൊടിയിലൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പുണ്ടോ നോക്കാൻ, എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. ചപ്പാത്തിക്കും നെയ്ച്ചോറിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനും ബീഫ് വെച്ചിട്ടെല്ലാം ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല, ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഞാൻ കുറച്ച് മട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ആക്കിയതാണ്. ഒപ്പം മട്ടനെ കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ മട്ടൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറി വെച്ച പാടെ ഞാൻ നെയ്പ്പത്തിൽ ചൂടാൻ നിന്നിട്ടില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ നിന്ന് അപ്പോഴത്തേക്ക് പിന്നെ മാരി വാങ്ങിക്കൊടുത്ത് പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നെയ്പ്പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് നിന്നത്. പിന്നെ രാത്രിയത്തെ ഫുഡ് ഞാൻ അധികം കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കലാണ്. ഹസ്ബൻഡിന് കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം വേണം, അതുകൊണ്ട് ഞാൻ അധികം കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കലാണ്. പിന്നെ ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ ഇത് നമ്മൾ നെയ്പ്പത്തിലിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇന്ന് ഞാൻ കാണിച്ച 2 റെസിപ്പികൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നെയ്പ്പത്തിന് അരക്കുന്ന സമയത്ത് നന്ന ഫൈനാക്കിയിട്ട് അരച്ചെടുക്കാൻ നോക്കരുത്, നല്ല തരിയോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. പിന്നെ ഈ ഒരു നെയ്പ്പത്തിൽ നമ്മൾ ചുട്ടുകൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്നിങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ നെയ്പ്പത്തിലിട ഞാൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതായി ഗ്യാസ് അടുപ്പെല്ലാം വൃത്തിയാക്കണം. ഫുള്ള് ഇതായിട്ടുള്ളത്, വൃത്തിയേടായിട്ടുള്ളത്. അപ്പോൾ കറി വെച്ചതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നെയ്പ്പത്തിൽ ചുട്ടാൽ എന്തായാലും എണ്ണ തെറിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പിന്നെ ഫുള്ള് ഇതായിട്ടുള്ളത്, വൃത്തിയേടായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലോണം സോപ്പിട്ടിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. നെയ്പ്പത്തിലെല്ലാം ചുട്ടാൽ പിന്നെ നമ്മൾ വെറുങ്ങനെ തുണി കൊണ്ട് തുടച്ചാലൊന്നും വൃത്തിയാവും ചെയ്യില്ല, എന്തായാലും എണ്ണ മൂക്കുണ്ടാവും. അതുകൊണ്ട് സോപ്പിട്ടിട്ട് തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ചാൽ കാണാനും നല്ല നീറ്റുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പത്തിലിട്ട ഈ കവറും കൂടി ഞാൻ സോപ്പിട്ട് കഴുകിയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ അധികം പത്തിലിട്ടാലെല്ലാം ഇങ്ങനെ പിന്നെ ഇതുപോലെ സോപ്പിട്ട് കഴുകിയിട്ട്
എടുത്ത് വെക്കലാണ്. പിന്നെ നെയ്യോടെ തന്നെ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ഒരു ഇവിടുത്തെ ഓയിലിൻ്റെ എന്നറിയില്ല, എന്തോ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാകും കവറല്ലോ. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടെല്ലാം വെക്കും. ഇനി കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിയിട്ടെടുക്കാനുണ്ട്, അതെല്ലാം ഒന്ന് ഞാൻ കഴുകിയിട്ടെടുത്ത് അതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.